വീണ്ടും എൻ്റെ പപ്പയും അമ്മയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ ഹസ്ബൻഡൊക്കെയും എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ മാർച്ച് 21 ആയപ്പോഴത്തേക്ക് അവർ വീണ്ടും പറഞ്ഞു എൻ്റെ പുറകെ ഒരു കുറ്റവും ഇല്ല. ഞാൻ എന്തോ പറയണ്ടേ, ആ ഒരു വിടുതൽ എന്ന് പറയുമ്പം തമ്പുരാനും എൻ്റെ അമ്മമാതും എനിക്ക് ഇറങ്ങി നിന്ന വിടുതലാണ്. കാരണം ഞാൻ മനുഷ്യരിൽ ആശ്രയിച്ചപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നപ്പം ഞാൻ തമ്പുരാനിലും എൻ്റെ അമ്മമാതാലും വിശ്വസിച്ചപ്പം എൻ്റെ പ്രശ്നങ്ങൾ അയഞ്ഞ് കുഴിക്ക് ഞാൻ കാണാൻ സാധിച്ചത്. എനിക്ക് അതിൽ മനസ്സിലായത് ഇത് നോട്ട് ബൈ ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്നുള്ള കാര്യം ശരിക്കും മനസ്സിലായി. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴും എനിക്ക് വാഗ്ദത്തങ്ങളിലൂടെയാണ് എൻ്റെ തമ്പുരാനോട് സംസാരിച്ചിരുന്നത്. ഞാൻ ശരിക്കും പ്രവാചകന്മാരുടെ പുസ്തകമൊന്നും വായിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു. അപ്പം ഇതിനുശേഷം ഞാൻ പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കുന്നത് അതിലൂടെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. യേശയ്യാ പ്രവാചകൻ അങ്ങനെയുള്ള കാര്യം. പിന്നെ ഞങ്ങളുടെ നഴ്സിംഗ് പഠിച്ച കാലം തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടെ എല്ലാ ന്യൂയിനും വാഗ്ദത്തം എടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഈ വർഷത്തെ വാഗ്ദത്തം കിട്ടിയത് നിനക്ക് യെശയ്യാ 54:17 എന്നുള്ള വാക്യമായിരുന്നു. നിനക്കെതിരെ വന്ന ഒരു ആയുധവും ഫലപ്രദമാകുകയില്ലെന്നായിരുന്നു. അത് എൻ്റെ കർത്താവ് എനിക്ക് സാധിച്ചു തന്നു. ഇതെനിക്ക് ഉറപ്പാണ്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കർത്താവിൽ വാങ്ങിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ്.